ക്ലിഫ് ഹൗസിലേക്ക് ആശാപ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നാടകീയ രംഗങ്ങൾ. ആശാപ്രവർത്തകരുടെ മൈക്ക് പോലീസ് പിടിച്ചെടുത്തു. പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകയുടെ മുകളിലേക്ക് പോലീസ് ജീപ്പ് കയറ്റി ഇറക്കാൻ ശ്രമിച്ചു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കും. നാളെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും ആശമാർ അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അവിടെ നാടകീയ രംഗങ്ങളാണ് നടന്നത്. ആദ്യം വളരെ സമാധാനപരമായി അവിടെ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന ആശാപ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണണമെന്നുള്ള ആവശ്യമാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് നേരെ ഒന്നിലധികം തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നത് പോലീസ്. മാത്രവുമല്ല, അവിടെ കണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ഒരു തെറ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്, ഒരു പ്രവർത്തകയ്ക്ക് നേരെ അല്ലെങ്കിൽ ഒരു ആശാ പ്രവർത്തകയ്ക്ക് നേരെ പോലീസ് ജീപ്പ് കയറ്റി ഇറക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതവിടെ സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പോലീസ് അറിയിക്കുന്നുണ്ടോ? ദേവിക, ഇതുവരെ നമ്മൾ കണ്ടത്, അതായത് ഈ 256 ദിവസം, ഇത്രയും ദിവസം നമ്മൾ സമാധാനപരമായിട്ടൊരു സമരമാണ് ആശമാരുടെ കണ്ടതെങ്കിൽ അതെല്ലാം ലംഘിക്കുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അവരുടെ പ്രതിഷേധങ്ങൾ ആശമാർ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമെല്ലാം ക്ലിഫ് ഹൗസ് മാർച്ചിൽ കണ്ടു. അതായത് ഈ 8 മാസം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമിരിക്കുന്ന ആശമാർ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരമിരുന്നത്. ആ ആവശ്യങ്ങൾ ഈ മുഖ്യമന്ത്രിയും സർക്കാരും കാണാതെ വന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിയെ കാണുക എന്ന ലക്ഷ്യത്തോടെ നേരെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നത്. ആ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച മാർച്ചാണ്. ഈ സമയവും തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആ മാർച്ചിലാണ് അവസാനം സംഘർഷത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ക്ലിഫ് ഹൗസിന് മുന്നിലെത്തിയ ഈ സമരക്കാർക്ക് നേരെ ബാരിക്കേഡ് വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരും ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 5ലധികം തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനും കൂട്ടാക്കാതെ സമരം തുടർന്നതോടുകൂടിയാണ് പ്രവർത്തകരുടെ, അതായത് ആശാപ്രവർത്തകരുടെ മൈക്ക് പിടിച്ചു വാങ്ങുന്ന നിലയിലേക്ക് എത്തിയത്. പോലീസ് എത്തുകയും മൈക്കും അനുബന്ധ സാധനങ്ങളും പിടിച്ചു വാങ്ങുന്ന നിലയിലേക്ക് എത്തിയതോടുകൂടി പ്രതിഷേധം കനത്തു. തുടർന്ന് വലിയ രീതിയിൽ പോലീസും അതോടൊപ്പം തന്നെ ഈ ആശാപ്രവർത്തകരും തമ്മിൽ, വനിതകളുമായിട്ടുള്ള ആശാപ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു നിലയിലേക്ക് എത്തി. അതായത് മൈക്ക് തിരിച്ചു നൽകാതെ വാഹനം വിടില്ല എന്നൊരു നിലപാട് ഈ ആശാപ്രവർത്തകരും എടുത്തു. അതോടുകൂടി തന്നെ ഈ സമരം വലിയ രീതിയിൽ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദേവസ്വം ബോർഡ് ജംഗ്ഷനിലേക്ക് സമരം മാറുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്ന രീതിയിൽ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പുന്ന രീതിയിൽ ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകരെല്ലാവരും ഇരുവശത്തും, അതായത് പോലീസ് വാഹനത്തിൻ്റെ ഇരുവശത്തും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതോടൊപ്പം തന്നെ ഇവരെ ഭേദിച്ചുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റി, അവിടെ നിന്നും എടുത്തു മാറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വാഹനം മുന്നോട്ടെടുത്തതോടുകൂടിയാണ് ഒരു പ്രവർത്തക ആ വാഹനത്തിന് മുന്നിൽ ഇരിക്കുന്നത്. ആ വാഹനത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ അത് കൂട്ടാക്കാതെ മുന്നോട്ട് പോലീസ് വാഹനം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരുടെ മുട്ടോളം ഭാഗം വാഹനത്തിന് അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസും പ്രകോപനപരമായിട്ട് നിന്നു, പ്രവർത്തകരും പ്രകോപനപരമായിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇരു കൂട്ടരും വലിയ രീതിയിൽ പ്രകോപനപരമായി നിന്നതോടുകൂടി തന്നെ പ്രതിഷേധം അത് മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ 19ലധികം പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്നും തീരുമാനമുണ്ടാകാതെ, അതായത് ഈ വിഷയത്തിൽ ആശമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു ഇത്. ഓണറേറിയവും മറ്റ് വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം നടന്നത്. അത് തീരുമാനമുണ്ടാകാതെ മുഖ്യമന്ത്രി തങ്ങളെ കാണാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നാണ് ആശമാർ പറയുന്നത്. അതായത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനം വർദ്ധിപ്പിക്കാമെന്നൊരു വാഗ്ദാനം നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടൊരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഹരിത വി കുമാർ അടക്കമുള്ളവരെ അംഗമായൊരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി പ്രശ്നപരിഹാരങ്ങൾ പ്രശ്നം പഠിച്ചുകൊണ്ട് അതിന് ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിരുന്നെങ്കിൽ പോലും ആ റിപ്പോർട്ടിനെ പോലും അവഗണിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, ഇതെല്ലാം നിരത്തിക്കൊണ്ടാണ് തങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയിൽ എത്തിക്കണം, മുഖ്യമന്ത്രി അറിയണം. അതുകൊണ്ട് തന്നെയാണ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു അന്തിമ പോരാട്ടം എന്ന നിലയിൽ, കാരണം കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരമിരിക്കുകയാണ് ആശമാർ. മുടിമുറിച്ചുകൊണ്ടും സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് സമരം നടത്തിക്കൊണ്ടുമെല്ലാം ഈ സമരം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ സമരം ഘട്ടം ഘട്ടമായി മാറ്റുമ്പോഴും സംസ്ഥാന സർക്കാർ പിടിവാശി തുടർന്നുകൊണ്ടേയിരുന്നു. CPM പ്രവർത്തകരടക്കം നിരന്തരം ആശമാരെ അധിക്ഷേപിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഈ 256 ദിവസത്തിനടുത്ത്
സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ആ ആശമാരെ ഒന്ന് കൂട്ടാക്കുവാനോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല. സമരം തുടരുന്നൊരു സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ സമരം ക്ലിഫ് ഹൗസിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ആ പ്രതിഷേധ മാർച്ചാണ് ഇത്തരത്തിൽ ഒടുവിൽ അത് സംഘർഷത്തിൽ കലാശിക്കുന്ന നിലയിലേക്ക് എത്തിയത്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളും അടക്കമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലെല്ലാം എത്തിച്ചേർന്നതെല്ലാം ഈ ഒരു നിലയ്ക്കാണ് എത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആശമാർ ഇപ്പോഴും ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ തന്നെയാണ്, ബാരിക്കേഡിന് മുന്നിൽ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാട് തന്നെയാണ് ആശമാർ എടുത്തിരിക്കുന്നത്. സമരം ഇപ്പോഴും തുടരുന്നു. എനിക്ക് പിന്നിൽ നമുക്ക് കാണാൻ കഴിയും ആശമാർ ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ ഇവിടെ നിന്ന് പോകുന്നില്ലല്ലേ? ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ 8 മാസക്കാലം ഈ വെയിലത്തും മഴയത്തും എല്ലാം ഈ സമരപ്പന്തലിൽ ഇരുന്നിട്ട് ഈ 50 മീറ്ററിനടുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? ഞങ്ങൾ എന്തൊക്കെ സമരങ്ങൾ നടത്തി. NHN റാലി, 1.5 മാസക്കാലം തെരുവിലിറങ്ങി സമരം നടത്തി, രാപകൽ സമരം നടത്തി. അല്ലാതെ നിയമസഭാ മാർച്ച് നടത്തി. 7 സമരങ്ങൾ നടത്തി. അവസാനത്തെ സമരമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തിയത് ഈ 22-ൽ. അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി. 233 രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? സാറിന് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ സാറിന്? ഇല്ലല്ലോ. അപ്പോൾ 233 രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന? 100 രൂപ കൂട്ടിത്തരാനാണ് ഞങ്ങൾ 52ാമത്തെ ദിവസം ഞങ്ങൾ പറയുന്നത്. 100 രൂപ ഞങ്ങൾക്ക് കൂട്ടിത്തരണമെന്നാണ് പറഞ്ഞത്. ആ 100 രൂപ കൂട്ടിത്തന്നിരുന്നെങ്കിൽ